പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി അയോധ്യ ഒരുങ്ങി. കർശന സുരക്ഷാ വലയത്തിലാണ് അയോധ്യ നഗരം. അയോധ്യയിലേക്കും സരയൂ തീരത്തേക്കും മറ്റും വിശ്വാസികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സരയൂ നദിയിൽ നിന്ന് ബി ബാലഗോപാലും അനൂപ് ദാസും ചേരുകയാണ്. അനൂപ്, ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള അവസാന സയാജ്ഞമാണിത്. എന്താണ് സരയൂ നദിയിൽ നിന്നുകൊണ്ട് ഉള്ള കാഴ്ചകൾ? എത്രമാത്രം ആളുകളാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അയോധ്യയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്? അഞ്ജിത, അതിസുന്ദരമായ കാഴ്ച എന്ന് പറയാം. ഈ സരയൂ നദി ഉത്തരാഖണ്ഡിൽ നിന്ന് ഗംഗയെയും യമുനയെയും ഒക്കെ പോലെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഒഴുകി താഴേക്ക് ഇറങ്ങുന്ന നദിയാണ് സുന്ദരമായ നദി. ആ നദീ തീരം പ്രാണപ്രതിഷ്ഠയ്ക്ക് മുൻപുള്ള അവസാനത്തെ ആരാധനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാംപത്തിലൂടെയാണ് ഞാനും ബാലഗോപാലും എല്ലാം ഇതാ ഈ സരയൂ നദിയിലേക്ക് എത്തിയത്. രാംപത്തിൽ നടന്നു പോകാൻ പറ്റാത്തത്ര വലിയ തിരക്കാണല്ലേ? വലിയ തിരക്കാണ്. ഈ നമ്മൾ നേരത്തേക്ക് ഇവിടെ വരുമ്പോൾ കേട്ടിരുന്നത് പല ദിവസമൊക്കെ അയോധ്യ സീൽ ചെയ്യും, ആർക്കും പ്രവേശനം ഇല്ല എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ ഈ നഗരത്തിൽ ഇത്ര അധികം ആൾക്കാരുണ്ടെന്നുള്ളത്, ഞാൻ രാംപത്തിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമുള്ള ഈ സരയൂ നദിയിൽ എത്താൻ വേണ്ടി എനിക്ക് ഏതാണ്ട് 3/4 മണിക്കൂർ എടുക്കേണ്ടി വന്നു. അത്രയ്ക്ക് തിരക്കാണ് അനൂപ് ഇപ്പോൾ ഈ സരയൂ നദി. വാഹനങ്ങൾ വിടുന്നില്ല. സർക്കാരിന്റെ വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഔദ്യോഗിക വാഹനങ്ങൾ, ഇതൊഴികെയുള്ള വാഹനങ്ങൾ ഇപ്പോൾ വിടുന്നില്ല. കാഴ്ച ഒന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ട്. അപ്പം ആളുകൾ സരയൂ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഇതാ 5:30 കഴിഞ്ഞാൽ ഇവിടെ ഈ ബോട്ട് സർവീസ് ഇന്ന് നിർത്തും. സുരക്ഷാ കാരണങ്ങളാണ്. അപ്പുറത്തതാ സരയൂ ആരതിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാണാൻ പാടില്ല. അതെ അതെ അതെ, അവിടെ അത് കാണാം. അതുപോലെ തന്നെ ഈ സരയൂ നദിയിൽ നാളെ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് കാണിക്കുന്നതിന്, ഒരു ഡിസ്പ്ലേ ചെയ്യുന്നതിന് വലിയ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് അവിടെ നടക്കുമ്പോൾ ഇവിടെ അതിന്റെ ഒരു തത്സമയ സംരക്ഷണത്തിനുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നാളെ സരയൂവിൽ മോദി വരുമോ ഇല്ലയോ എന്നതാണ്. നമ്മളെന്തായാലും ഇവിടുത്തെ കാഴ്ചകളെ പറ്റിയാണ് പറഞ്ഞത്. നാളെ നടക്കാൻ പോകുന്ന ചടങ്ങ് എന്താണ് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിച്ചു? ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ ആണ് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നടക്കാൻ വേണ്ടി പോകുന്നത്. 6ാമത്തെ ദിവസത്തെ അഭിഷേകം ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കും. തുടർന്ന് നാളെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി ഉള്ള ചെറിയ പൂജകളൊക്കെ ഉണ്ട്. അതിനുശേഷം ഈ പ്രതിഷ്ഠ, അതായത് പ്രാണപ്രതിഷ്ഠ നടക്കുന്നതായിരിക്കും. വളരെ ഹ്രസ്വമായ സമയമാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം ഇപ്പോൾ വിഗ്രഹത്തിന്റെ മുഖം, കണ്ണ് മൂടിയിട്ടുണ്ട്. ആ കണ്ണ് മൂടിയത് നീക്കും. ആ നീക്കുന്ന സമയത്ത് ഒരു കണ്ണാടിയിലാണ് ആദ്യം കാണുന്നത്. കാരണം വിഗ്രഹത്തിലേക്ക് നേരിട്ട് വിഗ്രഹം പുറത്തേക്ക് കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു റിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം കണ്ണാടിയിലേക്ക് കാണിക്കും, പിന്നീട് കണ്ണെഴുതും. കാരണം ആർക്കും ഈ കണ്ണ് തട്ടരുതെന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ആ ചടങ്ങാണ് നാളെ ഏറ്റവും പ്രധാനമായും നടക്കുന്നത്. ബാലു, ഞാനിവിടെ കഴിഞ്ഞ 3 ദിവസമായിട്ട് അയോധ്യയിലെ വികസന പ്രവർത്തനങ്ങൾ, അതെല്ലാം മറ്റു ആളുകൾ ഒക്കെ ആ കാര്യങ്ങളായിരുന്നു കാര്യമായി റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ബാലു റിപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ ചടങ്ങുകൾ, അതല്ലെങ്കിൽ ഇവിടുത്തെ പൂജാരിമാരുമായി സംസാരിച്ചു. അപ്പൊ പ്രാണപ്രതിഷ്ഠ നമ്മൾ പലതവണ പറയുന്നത്. എന്താണ് പ്രാണപ്രതിഷ്ഠ എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാമോ? ഈ പ്രാണപ്രതിഷ്ഠ വളരെ ഹ്രസ്വമായി പറയാം. ദീർഘമായിട്ടൊക്കെ പറയുന്നതിനേക്കാളും, ഒരു വിഗ്രഹം കല്ലിൽ തീർത്തു കഴിഞ്ഞാൽ ആ വിഗ്രഹം അതൊരു കല്ലാണ്. ആ ശിലയിലേക്ക് ദൈവത്തിനെ ആവാഹിക്കുന്നതാണ് ഈ പ്രാണപ്രതിഷ്ഠ. അതാണ് ആ ചടങ്ങാണ് നടക്കുന്നത്. അതിനു മുമ്പ് ഈ കല്ലിലെ മറ്റേ അശുദ്ധി, മറ്റു കാര്യങ്ങൾ അതൊക്കെ നീക്കുന്നതിന്റെ ഭാഗമായുള്ള ഈ അഭിഷേകങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ 6ാമത്തെ ദിവസത്തെ അഭിഷേകമാണ് ഇപ്പോൾ കഴിയാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നാളെ രാവിലെ പ്രധാനമന്ത്രി എത്തും. ഈ ചടങ്ങിൽ നടക്കുന്ന സമയത്ത് ക്ഷേത്രത്തിന് ശ്രീകോവിലിന് തൊട്ട് മുൻപുണ്ടാവുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക് മോഹൻ ഭഗവത്, ഉത്തർപ്രദേശിലെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഇവർക്കാണ് അവിടെ. അവർക്ക് ഒപ്പം ഈ പൂജാരിമാര്, അതുപോലെ തന്നെ ഇതിന്റെ ഈ കർമ്മികൾ, അവർക്ക് പുറമെ ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേരായിരിക്കും. അത് തന്നെയാണ് പ്രതിപക്ഷം ഇതിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇവിടുത്തെ ചടങ്ങുകൾ, ഇവിടുത്തെ കാഴ്ച, ഉത്സവാന്തരീക്ഷമൊക്കെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച വലിയ രാഷ്ട്രീയം കൂടിയുള്ള ഒരു ചടങ്ങാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പം അതിൽ പ്രതിപക്ഷം പറയുന്നു, ഇതൊരു രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, ഇതൊരു മോദി ഷോയാണ്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്നായിരുന്നു. അത് ഒരു കാരണം, നാളെ BJP-യുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഇവിടെ എത്തിച്ചേരുന്നു. എല്ലാ മുഖ്യമന്ത്രിമാരും എത്തിച്ചേരുന്നുണ്ട്. BJP-യുടെ ഒരുമാതിരിപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ ഇന്ന് കാണാമായിരുന്നു ഒത്തിരി ഈ കേന്ദ്ര സർക്കാരിന്റെയൊക്കെ മന്ത്രിമാർ, അവരുടെ ഔദ്യോഗിക വാഹനങ്ങൾ. അനൂപ് വിമാനത്താവളത്തിൽ പോയിരുന്നില്ലേ? അവിടെ വലിയ സുരക്ഷ ഇതൊക്കെ അല്ലായിരുന്നു ഈ മന്ത്രിമാരൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഏതാണ്ട് പിക്ചറിലില്ല. പ്രതിപക്ഷം പിക്ചറിലില്ലാത്ത
ഒരു രാമന്റെ പ്രതിഷ്ഠാ ചടങ്ങാണ് നാളെ നടക്കാൻ വേണ്ടി പോകുന്നത്. അഞ്ജിത, പ്രതിപക്ഷം ചിത്രത്തില്ല എന്ന് പറയുമ്പോഴും രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ദിവസം രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ എങ്ങനെയാണ് ഇടപെടുന്നത് കൂടിയുള്ള നമ്മളൊന്ന് പരിശോധിക്കണം. രാഹുൽ ഗാന്ധി അസമിലൊരു ക്ഷേത്രത്തിൽ ഒക്കെ സന്ദർശനം നടത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിലൊരു കുഴപ്പം വന്നിരിക്കുന്നു. ആ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാണപ്രതിഷ്ഠ ഭട്ര ഈ സത്രത്തിലാണ് രാഹുൽ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് അതിന് അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ അസം സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും അയോധ്യയിലെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലാണ്. ആ സമയത്ത് അതിൽ നിന്ന് ഒരു ഡൈവേർഷൻ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നൽകില്ല എന്നാണ്. അനാവശ്യ മത്സരം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നുള്ള വാക്കാണ് ഹിമന്ത വിശ്വ ശർമ്മ ഉപയോഗിച്ചത്. മമതാ ബാനർജി കാളിഘട്ട് സന്ദർശിക്കും. മാത്രമല്ല ബംഗാളിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് കാളിഘട്ട്. അവിടെയാണ് മമതാ ബാനർജി നാളെ ഉള്ളത്. ഒരു മതപരമായ ചടങ്ങ് മാത്രമാക്കി നിർത്താനല്ല മമത ഉദ്ദേശിക്കുന്നത്. മമത അവിടെ ഒരു യാത്ര, ഒരു സ്നേഹയാത്ര നടത്തുകയാണ് നാളെ. തീർച്ചയായും. പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ഈ അയോധ്യയിൽ സർക്കാരിന് ഔദ്യോഗിക പെർമിഷനോടുകൂടി 800 മാധ്യമങ്ങളാണെങ്കിൽ അനൌദ്യോഗികമായിട്ട് ഏതാണ്ട് 2000-ഓളം മാധ്യമങ്ങളാണുള്ളത്, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ. ഞാനിന്ന് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള, അതുപോലെ തന്നെ ഇസ്രയേലിലെ മാധ്യമപ്രവർത്തകരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ ചടങ്ങായി, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണലി നാളെ രാജ്യാന്തര തലത്തിൽ തന്നെ ശ്രദ്ധ പിടിക്കുന്ന ഒരു ചടങ്ങായിരിക്കും നാളെ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഞ്ജിത, ഞങ്ങൾക്ക് പ്രാഥമികമായി പങ്കുവെക്കാനുള്ള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇനിയും എന്തെങ്കിലും വിശേഷങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അനൂപ് ദാസും ബാലഗോപാലുമാണ് സരയൂ നദിയിൽ നിന്ന് ഈ അയോധ്യയുടെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം നാളെ എന്തൊക്കെ ചടങ്ങാണ് അയോധ്യയിൽ നടക്കുക എന്നുകൂടി പറഞ്ഞു. ഇതിപ്പോൾ ഒരു അനൂപ്, അതുപോലെ തന്നെ ബാലു, നിങ്ങളിപ്പോൾ സരയൂ നദിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്തുന്ന ആളുകൾ, ഇപ്പോൾ പ്രത്യേക കാർഡൊക്കെയുള്ള ആളുകൾക്ക് മാത്രമാണ് നാളെ പ്രവേശനമുള്ളത്. അപ്പോൾ അല്ലാത്തയും ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നില്ല. ഇപ്പോൾ ഇത്രമാത്രം റെസ്ട്രിക്ഷനൊക്കെ, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? അഞ്ജിത, 7000 പേർക്കാണ് ഔദ്യോഗികമായി ക്ഷണമുള്ളത്. അതിൽ 8,000 പേർക്ക് ക്ഷണം. അങ്ങനെ 8,000 പേര് ഇവിടെ എത്തുമ്പോൾ അത് കേരളത്തിൽ നിന്ന് ആളുകളുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ PT ഉഷ സംസാരിച്ചിരുന്നു. മഹാഭാഗ്യമാണ് ഇവിടെ എത്താൻ കഴിഞ്ഞത്, പൂർവികർ ചെയ്ത പുണ്യമാണ് എന്നൊക്കെ അവർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷണം ഉണ്ടായത് സുപ്രീം കോടതി ജഡ്ജിമാർക്കാണ്. ഈ 2019 വിധി പറഞ്ഞ ആളുകൾക്ക്. അതുമായി ബന്ധപ്പെട്ട വിശദാംശം ബാലഗോപാൽ പറയും. 2019 രാമജന്മഭൂമി കേസിലെ വിധി പ്രസ്താവിച്ച 5 ഭരണഘടനാ ബെഞ്ചിലെ 5 പേരെയും ക്ഷണിച്ചിരുന്നു. അതിൽ ഒരാൾ മാത്രം വരും. അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്, ജസ്റ്റിസ് അശോക് ഭൂഷൺ. അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹം ഉത്തർപ്രദേശ് സ്വദേശിയാണ്. അദ്ദേഹം, ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ സെക്രട്ടറിയോട്. ഇന്ന് 8 മണിയോടുകൂടി അദ്ദേഹം അയോധ്യയിൽ എത്തിച്ചേരുമെന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളത്തെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നതായിരിക്കും. മറ്റ് ജഡ്ജിമാർ ആരും തന്നെ വരുന്ന കാര്യം, അതായത് മറ്റു 4 പേരും വരുന്ന കാര്യം ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും 8000 ക്ഷണിക്കപ്പെട്ട അതിഥികൾ. അതിൽ തന്നെ BJPയുടെ എല്ലാ മുഖ്യമന്ത്രിമാരുമുണ്ട്. പ്രധാനമന്ത്രിയാണ് മുഖ്യ ആകർഷണം എന്ന് നമുക്ക് പറയാം. പ്രധാനമന്ത്രിയുടെ പ്രസംഗം നാളെ നടക്കാൻ പോകുന്നു. രാജ്യം ശ്രദ്ധിക്കുന്ന പ്രസംഗമായിരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉറപ്പായും എഴുതപ്പെടുന്ന പ്രസംഗമായിരിക്കും അത്. തീർച്ചയായും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാന്ദി കുറിക്കുന്ന ഒരു പ്രസംഗമായിരിക്കും മോദി നാളെ നടത്താൻ പോകുന്നത് എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ഒരു ആശങ്ക. കാരണം ഇത് കഴിഞ്ഞാൽ 1-ാം തീയതി പൊതു ബഡ്ജറ്റ് അത് പാസ്സാക്കുന്നതിന് ഒരു 10 ദിവസം, അത് കഴിഞ്ഞാൽ ഏത് സമയവും രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. കാരണം ഈ അയോധ്യയിലെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ അനൂപിന് മനസ്സിലായില്ലേ? അത് ആ രീതിയിലുള്ള ഒരു നമ്മളെയൊക്കെ ഈ നാട്ടിലൊക്കെ ഈ പണ്ടൊക്കെ ഉത്സവകാലത്തൊക്കെ ഉണ്ടാകുന്നതിന്റെ 10 മടങ്ങ് ആവേശമാണ്. ഞാൻ ഇന്നലെ രാത്രി, ഞാനും നമ്മുടെ ക്യാമറാമാൻ ജഗദീഷും കൂടെ രാത്രി ഇപ്പോൾ ഒരു 11:30 മണിക്ക് ഈ രാംപത്തിലൂടെ നടക്കുകയായിരുന്നു. ആ സമയത്ത് പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ലക്ഷം പേരെങ്കിലും ആ രാംപത്തിൽ പാട്ട്, മറ്റ് ഈ രാമായണം വായന, അങ്ങനെ പല ഒരു പ്രത്യേക തലത്തിലേക്ക് ഈ വിഷയം അല്ലെങ്കിൽ ഈ ചടങ്ങ് അവർ കൊണ്ടു. ഞാനും ആ കാഴ്ച കണ്ടു. ബാലു, എനിക്കിപ്പോ നിങ്ങളിങ്ങനെ സരയൂ നദിയിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ, നിങ്ങളെയാണ് ക്യാമറ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ചുറ്റുപാടും എന്തൊക്കെ കാണാൻ കഴിയുന്നു അതുകൂടി ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാമോ?
ഈ ക്ഷേത്രത്തിൽ എനിക്ക് കയറാൻ വേണ്ടി സാധിച്ചിരുന്നു. കാരണം ഇന്ന് രാവിലെ നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതലയുള്ള L&T ഗ്രൂപ്പിന്റെ തലവൻ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. ഞാൻ അതായത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ നമ്മൾ പുറത്തു നിന്നൊക്കെ കാണുമ്പോൾ ഏതാണ്ട് അതിന്റെ പണിയൊക്കെ കഴിഞ്ഞ രീതിയിലാണ് കാണുന്നത്. ഒരു അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല. നല്ല വെള്ള നിറത്തിൽ ഈ താജ്മഹലൊക്കെ നമ്മൾ കാണില്ല, അതുപോലെ വളരെ അതിമനോഹരമായ രീതിയിലാണ് അവിടെ അത് ഉണ്ടായിരുന്നത്. പക്ഷെ അത് ചിത്രീകരിക്കാനൊന്നും മറ്റും എത്ര ശതമാനം പണി ഈ പുറത്തു നിന്ന് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഇതിന്റെ പണി ഏതാണ്ട് പൂർത്തിയായതായി തോന്നും. പക്ഷേ 3 നിലകളാണ് ഇതിൽ വിഭാവനം ചെയ്തിരുന്നത്. അതിൽ 2 നിലകളുടെ പണി മാത്രമാണ് ഇപ്പോൾ പൂർണ്ണമായും പൂർത്തിയായിട്ടുള്ളത്. അടുത്ത വർഷം മാർച്ചിനുള്ളിൽ പൂർണ്ണമായും അത് പൂർത്തിയാവും. 3 നിലകൾ, അതിൽ 2 നിലകളുടെ പണി പൂർത്തിയായിട്ടുണ്ട്. അടുത്ത മാർച്ചോട് കൂടിയേ പണി പൂർത്തിയാകുള്ളൂ. പക്ഷേ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് പോകുന്നു. രാമക്ഷേത്രം പണിതു എന്ന് പ്രധാനമന്ത്രി നാളെ ഉച്ചയ്ക്ക് പ്രഖ്യാപിക്കാൻ പോകുന്നു. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിൽ. ശരി, അനൂപും ബാലഗോപാലുമാണ് വിവരങ്ങൾ നൽകിയത്.